കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം എന്താണെന്ന് നാം പരിചയപ്പെട്ടു. കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ കണ്ടെത്തുന്നതിനാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം ഉപയോഗിക്കുന്നത്. ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമത്തിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ചൂണ്ടുവിരലാണ്, ദാറ്റ് ഈസ് ഫോർ ഫിംഗർ. അതുപോലെ ചാലകത്തിൻ്റെ ചലനദിശയെ സൂചിപ്പിക്കുന്ന വിരൽ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞ ഫോഴ്സ് തള്ളവിരലാണ് സൂചിപ്പിക്കുന്നത്, തമ്പ് ഫിംഗർ. ചാലകത്തിൽ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്, നടുവിരൽ സൂചിപ്പിക്കുന്ന ദിശയായിരിക്കും, മിഡിൽ ഫിംഗർ. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നു എന്ന് കരുതുക. വലതുകൈയിലെ തള്ളവിരൽ തമ്പ് ഫിംഗർ, ചൂണ്ടുവിരൽ ഫോർ ഫിംഗർ, നടുവിരൽ മിഡിൽ ഫിംഗർ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായി വരത്തക്കവണ്ണം നിവർത്തുക. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും നോർത്ത് ടു സൗത്ത്, തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ കുറിക്കുന്നു. ചിത്രത്തിലുള്ളതുപോലെ പൂർത്തിയായ സർക്യൂട്ടിലുള്ള എ ബി എന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ മുകളിലേക്കുള്ള ദിശയിൽ ചലിപ്പിക്കുന്നു. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ നോർത്ത് സൗത്ത് അവയ്ക്കിടയിലെ കാന്തിക ബലരേഖകൾ അറിയാം. എ ബി എന്ന ചാലകമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചാലകം മുകളിലേക്കാണ് ചലിക്കുന്നത്. എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ കണ്ടെത്തുന്നതിന് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമപ്രകാരം കണ്ടെത്താവുന്നതാണ്. വലതുകൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഇവ മൂന്നും പരസ്പര ലംബമായി ചിത്രത്തിലേതുപോലെ പിടിക്കുക. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നതാണ്. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് എന്ന ക്രമത്തിൽ പിടിക്കുക. ചാലകത്തിൻ്റെ ചലനദിശ തള്ളവിരൽ സൂചിപ്പിക്കുന്ന ദിശയാണ്, മുകളിലേക്ക്. ചാലകത്തിലുണ്ടായ പ്രേരിത വൈദ്യുതിയുടെ ദിശ ചിത്രത്തിൽ ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ നടുവിരൽ സൂചിപ്പിക്കുന്ന ദിശ. അടുത്തത്, ചാലകം എ ബി കാന്തിക മണ്ഡലത്തിൽ താഴേക്കുള്ള ദിശയിലാണ് ചലിപ്പിക്കുന്നത്. രണ്ട് ചിത്രവും നിരീക്ഷിക്കുക. ഇപ്പോൾ ചാലകത്തിലൂടെയുള്ള പ്രേരിത വൈദ്യുതിയുടെ ദിശ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്, നടുവിരൽ സൂചിപ്പിക്കുന്ന ദിശയാണ്. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? അതെ, ചാലകത്തിൻ്റെ ചലനദിശ മാറുമ്പോൾ ചാലകത്തിലുണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശയും മാറുന്നു. When the direction of motion of the conductor is changes, the direction of induced current is also changes. അടുത്ത പ്രവർത്തനം നിരീക്ഷിക്കുക. ഇവിടെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് പരീക്ഷണം നടത്തുന്നത്. ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിലുള്ളതുപോലെ വലതു കൈയുടെ തമ്പ് ഫിംഗർ, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്നിവ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കുക. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്ന ദിശയാണല്ലോ. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് എന്ന രീതിയിൽ പിടിക്കുക. ചാലകത്തിൻ്റെ ചലനദിശ മുകളിലേക്കാണ്. തള്ളവിരൽ മുകളിലേക്കാവുന്ന തരത്തിൽ പിടിക്കുക. ഇപ്പോൾ ചാലകത്തിലൂടെയുള്ള പ്രേരിത വൈദ്യുതിയുടെ ദിശ ഏതാണ്? നിങ്ങളുടെ നടുവിരൽ സൂചിപ്പിക്കുന്ന ദിശയായിരിക്കും. ചിത്രത്തിൽ എയിൽ നിന്ന് ബിയിലേക്ക്. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വ്യത്യാസപ്പെടുമ്പോൾ പ്രേരിത വൈദ്യുതിയുടെ ദിശയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അതെ, പ്രേരിത വൈദ്യുതിയുടെ ദിശയും വ്യത്യാസപ്പെടുന്നു. ചിത്രം നിരീക്ഷിക്കുക. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്നതിൻ്റെ ഫലമായി ചാലകത്തിലുണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകം ഏതായിരിക്കും? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വ്യത്യാസപ്പെടുമ്പോൾ
ചാലകത്തിൽ പ്രേരിതമാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയും വ്യത്യാസപ്പെടുന്നു. അതായത് ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്നതിൻ്റെ ഫലമായി അതിൽ പ്രേരിതമാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ചാലകത്തിൻ്റെ ചലനദിശ, അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇവയായിരിക്കും. Factors influencing the direction of the induced current formed on a conductor when it moves in a magnetic field are direction of the motion of the conductor and direction of the magnetic field. പൂർത്തിയായ സർക്യൂട്ടിലുള്ള ഒരു ചാലക വലയം കാന്തിക മണ്ഡലത്തിൽ കറങ്ങുന്ന വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ 1, 2, 3, 4 ചിത്രങ്ങൾ കാണാം. 4 ഘട്ടങ്ങളിലൂടെയുള്ള ചിത്രങ്ങളാണിത്. ഇവിടെ ഒരു കോയിൽ ഒരു പ്രാവശ്യം കറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ ഭ്രമണത്തിന് എടുക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന ഈ സമയത്തെയാണ് നാം പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ കോയിലിൻ്റെ പീരിയഡ് ടി ആണെങ്കിൽ 90 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാ? ഭാഗം തിരിയാൻ വേണ്ട സമയം എത്രയാ? T/4 ആയിരിക്കും. അർദ്ധഭ്രമണത്തിനാണെങ്കിലോ പകുതി ഭാഗം തിരിയാൻ T/2 ആയിരിക്കും. എങ്കിലൊരു ഭാഗം തിരിയാൻ എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാ? 3T/4 ആയിരിക്കും. അപ്പോൾ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന സമയമാണ് 360 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന ഈ സമയത്തെയാണ് നാം പീരിയഡ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. The time taken by the coil for a full rotation is called the period. ഇവിടെ കാന്തിക മണ്ഡലങ്ങൾക്കിടയിൽ ചാലകം തിരിയുന്ന വിവിധ ഘട്ടങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഘട്ടം 1, കോയിൽ 0 ഡിഗ്രിയിലായിരിക്കുമ്പോൾ. രണ്ടാമത്തെ ചിത്രം നിരീക്ഷിക്കുക. ഈ ഘട്ടത്തിൽ കോയിൽ സ്ഥിതി ചെയ്യുന്നത് കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായി സ്ഥിതി ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കോയിലിൽ ഒരു EMFഉം പ്രേരിതമാവുന്നില്ല. കാരണം കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റം സംഭവിക്കാത്തത് കൊണ്ട്. In the first stage, plane of the coil is perpendicular to the magnetic field lines. There is no change in the magnetic flux linked with the coil and no induced EMF is produced there. ഇവിടെ ഘട്ടം 1-ൽ കോയിലിലൂടെ ഉണ്ടായ വൈദ്യുത പ്രവാഹം ABCD വഴിയാണ്. ഘട്ടം 2, കോയിൽ 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ 90 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയമാണ് T/4 എന്ന് പറയുന്നത്. ചിത്രം നിരീക്ഷിക്കുക. ഈ ഘട്ടത്തിൽ കോയിൽ സ്ഥിതി ചെയ്യുന്നത് കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് സമാന്തരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കോയിലിൽ ഉണ്ടായ EMF ഇവിടെ പരമാവധിയാണ്. കാരണം കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൻ്റെ വ്യതിയാനം പരമാവധി ആയതിനാൽ. ഇവിടെ കോയിലിൻ്റെ ഇടതുവശം DC എന്ന് പറയുന്ന ഭാഗം മുകളിലേക്കാണ് ചലിക്കുന്നത്. ചാലകത്തിൻ്റെ ചലനം മുകളിലേക്കാണ്. AB എന്ന് പറയുന്ന ഭാഗത്ത് ചാലകം ചലിക്കുന്നത് താഴേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോയിലിലൂടെയുള്ള കറണ്ടിൻ്റെ ദിശ DCBA ആയതിനാൽ ഇവിടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. ഫ്ലെമിങ്ങിൻ്റെ വലതു കൈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് തെളിയിക്കാവുന്നതാണ്. In the second stage, plane of the coil is parallel to the magnetic field lines. Therefore, maximum EMF is produced because
change in magnetic flux linked with the coil is maximum. ഘട്ടം 3. കോയിൽ 180 ഡിഗ്രി തിരിഞ്ഞപ്പോൾ ഇതിനെടുത്ത സമയം T/2. ചിത്രം നിരീക്ഷിക്കുക. ഈ ഘട്ടത്തിൽ കോയിൽ സ്ഥിതി ചെയ്യുന്നത് കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായാണ്. ആയതിനാൽ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇവിടെ EMF പ്രേരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. In the third stage, plane of the coil is perpendicular to the magnetic field lines. There is no EMF is produced there because there is no change in the magnetic flux linked with the coil. ഘട്ടം 4. കോയിൽ 270 ഡിഗ്രി തിരിഞ്ഞപ്പോൾ അതിനെടുത്ത സമയം 3T/4. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് സമാന്തരമായാണെന്ന് കാണാം. ഈ കോയിലിൽ ഇപ്പോൾ മാക്സിമം EMF ഇവിടെ ഉണ്ടാവുന്നു. കാരണം കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൻ്റെ വ്യതിയാനം പരമാവധിയാണ്. കോയിലിൻ്റെ AB എന്ന വശം മുകളിലേക്കാണ് ചലിക്കുന്നത്. CD എന്ന് പറയുന്ന ചാലകം ചലിക്കുന്നത് താഴേക്കാണ്. ഇവിടെ കറണ്ടിൻ്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും സിയിൽ നിന്ന് ഡിയിലേക്കുമാണ്. അതായത് ABCD വഴിയാണ്. ആയതിനാൽ ഇവിടെ ചാലകം പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചലിക്കുന്നത്. In the fourth stage, plane of the coil is parallel to the magnetic field lines and maximum EMF is produced because change in magnetic flux linked with the coil is maximum and the direction of current through the coil is ABCD. ഘട്ടം 5. കോയിൽ 360 ഡിഗ്രി തിരിഞ്ഞപ്പോൾ ഇതിനെടുക്കുന്ന സമയമാണ് T. അതാണ് ഒരു പീരിയഡ് എന്ന് വിളിക്കുന്നത്. ചിത്രം നിരീക്ഷിക്കുക. ഈ ഘട്ടത്തിൽ കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായാണ്. ആയതിനാൽ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ EMF പ്രേരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. In the fifth stage, plane of the coil is perpendicular to the magnetic field lines and no induced EMF is produced there because there is no change in magnetic flux linked with the coil. കാന്തിക മണ്ഡലത്തിൽ കോയിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിനിടയിലുള്ള വിവിധ ഘട്ടങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഈ ഘട്ടങ്ങളും ആ സന്ദർഭങ്ങളിലെ EMFൻ്റെ അളവും അവയെ സൂചിപ്പിക്കുന്ന ഗ്രാഫും ഒന്ന് നിരീക്ഷിക്കുക. ഘട്ടങ്ങൾ 1, 2, 3, 4. ഇവിടെ ഘട്ടം 2ഉം ഘട്ടം 4ഉം ഒന്ന് നിരീക്ഷിക്കുക. കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് സമാന്തരമായി വരുന്നത് ഘട്ടം 2ലും ഘട്ടം 4ലുമാണ്. ഈ സന്ദർഭങ്ങളിലാണ് ഫ്ലക്സ് വ്യതിയാനം പരമാവധിയാവുകയും EMFൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് ഇവിടെ കറണ്ടിൽ ഗ്രാഫ് കാണിക്കുന്നത്. അതേസമയം ഘട്ടം 1ഉം ഘട്ടം 3ഉം നിരീക്ഷിക്കുക. ഇവിടെ കോയിലിൻ്റെ പ്രതലം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായി വരുന്നവയാണ്. ആയതിനാൽ ഇവിടെ ഫ്ലക്സ് വ്യതിയാനം സംഭവിക്കുന്നില്ല. കോയിലിൽ ഉണ്ടാകുന്ന EMF 0 ആയിരിക്കും. ഗ്രാഫിലെ ടൈം പീരീഡ് നിരീക്ഷിക്കുക. 0, T/2, T. ഈ സന്ദർഭങ്ങളിൽ EMFൻ്റെ അളവ് 0 ആണ്. എന്നാൽ കോയിൽ 180 ഡിഗ്രി തിരിഞ്ഞ് കഴിയുമ്പോൾ കോയിലിലെ വൈദ്യുത പ്രവാഹ ദിശ വിപരീതമാകുന്നു. T/2 എന്ന് പറയുന്ന ടൈം പീരീഡ് കഴിഞ്ഞാൽ ഗ്രാഫിൽ കാണിക്കുന്നത് വിപരീത ദിശയിലായിരിക്കും. ഗ്രാഫ് നിരീക്ഷിക്കുക. When the plane of the coil is parallel to the magnetic field lines, stages 2 and 4, the EMF produced in the coil is maximum. The time periods are T/4 and 3T/4. When the plane of the coil is perpendicular to the magnetic field,
that is stage 1 and 3. The EMF produced in the coil is 0. The time periods are 0, t by 2 and t. The direction of the current flowing through the coil is changing after the rotation of 180 degree. The time period is t by 2. കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ കണ്ടെത്തുന്നതിനാണ് ഫ്ലെമിങ്ങിൻ്റെ വലതു കൈ നിയമം നാം ഉപയോഗിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന അസൈൻമെൻറ്റ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. Direction of induced current. Initially, the armature ABCD is vertical with its arm AB up and CD down. The direction of magnetic field is from left to right. As the armature undergoes a half rotation clockwise, arm AB moves down while arm CD moves up. According to Fleming's right-hand rule, the current will flow in the direction DCBA. So, the current will flow from B1 to B2 through the galvanometer. Now, during the next half rotation, arm AB moves up while arm CD moves down. Again, by Fleming's right-hand rule, current will flow in the direction ABCD, that is, from B2 to B1 through the galvanometer. Thus, the induced current changes its direction every half rotation.